والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിലെ കുടുംബം പറയുമ്പോ സഹോദരങ്ങളെ കേട്ടിരിക്കുക, നാം എപ്പോഴും ഓതുന്നൊരു സൂറത്താണിത്. അല്ലാഹു പറയുകയാണ് വല്ലൈലി ഇദാ യഗ്ശാ, ഇരുൾമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, കത്തിജ്വലിക്കുന്ന പകലിനെ തന്നെയാണ് സത്യം. വമാ ഖലഖൽ ദക്കറ വൽഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് ഇരുൾമുട്ടിയ രാത്രിയെ കൊണ്ട് സത്യം, കത്തിജ്വലിച്ചു കിടക്കുന്ന പകലിനെ തന്നെയാണ് സത്യം. രാത്രിയെയും പകലിനെയും പറഞ്ഞിട്ട് അല്ലാഹു പിന്നെ പറയുന്നത് എന്താ? വമാ ഖലഖൽ ദക്കറ വൽഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹനെ തന്നെയാണ് സത്യം. ഇത് അല്ലാഹുവിന്റെ ഖുർആനല്ലയോ? രാത്രിയും പകലും പറഞ്ഞതിന് ശേഷം ആണിനെയും പെണ്ണിനെയും അല്ലാഹു പറയാനുള്ള കാരണം എന്താ? ഇക്കൂട്ടത്തിൽ പണ്ഡിതന്മാരിരിപ്പുണ്ട്, തഫ്സീർ പഠിക്കുമ്പോൾ പറയാറുണ്ട്, ആയത്തുമായി പുറകെ വരുന്ന ആയത്തിനൊരു അദിനാ മുനാസബത്തെങ്കിലും വേണം. സഹോദരങ്ങളെ, എന്താണ് ഈ മുനാസബത്ത്? എന്താണ്? രാത്രിയും പകലും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനസ്സിരുത്തി കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പെണ്ണെന്ന് പറഞ്ഞാൽ രാത്രിയെ പോലെയാണ്, ആണെന്ന് പറഞ്ഞാൽ അത് പകലിനെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ. പെണ്ണിന്റെ ജോലി രാത്രിയുടെ ജോലിയാണ്, പുരുഷന്റെ ജോലി ഭർത്താവിന്റെ ജോലി പകലിന്റെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയുമോ? ഇപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വല്ലാതെ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ ചൂടിന് താട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യന്റെ ചൂടേറ്റിട്ട് ഈ ഭൂമി വല്ലാതെ ചുട്ടുപെടുത്ത് കിടക്കുകയാണ്, പകല് വല്ലാതെ ചുട്ടുപെടുത്ത് കിടക്കുകയാണ്. വല്ലാതെ ചുട്ടുപെടുത്ത് തിളച്ചു മറിയുന്ന ഭൂമിക്കൊരൽപ്പം തണുപ്പ് നൽകാനല്ലയോ രാത്രി വരുന്നത്? രാത്രി വരുമ്പോഴല്ലേ ഭൂമിക്കൊരൽപ്പം ആശ്വാസം കിട്ടുന്നത്? ചുട്ടുപടുത്ത് കിടക്കുന്ന പകലിനൊരാശ്വാസം കിട്ടുന്നത്. എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട കാഞ്ഞിപ്പുഴയിലെ പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ ജോലി നിശ്ചയിച്ചു തരികയാണ്. നിന്റെ പാവപ്പെട്ട ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കരുനാഗപ്പള്ളി മാർക്കറ്റിലോ അതല്ലെങ്കിൽ അവന്റെ ജോലി സ്ഥലത്തിലേക്കോ രാവിലെ ഇറങ്ങിപ്പോകുന്ന ഭർത്താവ്, പകലന്തിയോളം പാടുപെട്ടിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടി പാടുപെടുന്ന പാവപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോ പകലിനേക്കാൾ ചുട്ടുപൊള്ളുന്ന മനസ്സാണ് നിന്റെ ഭർത്താവിനുള്ളത്. കടങ്ങളോർത്തിട്ട് ബാധ്യതകളോർത്തിട്ട് 1000 പ്രയാസങ്ങളുമായി പകലിനേക്കാൾ ചുട്ടുപൊള്ളുന്ന മനസ്സുമായി നിന്റെ ഭർത്താവ് വീടിന്റെ മുമ്പിൽ സന്ധ്യയിലെത്തുമ്പോ ആ സമയത്ത് ചുട്ടുപൊള്ളുന്ന ഭർത്താവിന്റെ ഹൃദയത്തിന് തണുപ്പ് നൽകേണ്ട രാത്രിയാണ് ഭാര്യയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതെന്റെ വാക്കല്ല, എന്റെ വാക്കല്ല. അല്ലാഹ് പറയുകയാണ്, പെണ്ണേ നിന്റെ ജീവിതത്തിന്റെ ജോലി എന്താ? കണക്ക് പറയലല്ല, ഭർത്താവിനോട് പിടിച്ചു നിൽക്കലല്ല. എന്നെയും നിന്നെയും പടച്ച കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോ കരഞ്ഞ് 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 മനുഷ്യൻ ജീവിതത്തിൽ തളർന്നു നിൽക്കുമ്പോ എന്റെ ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു പറയുകയാണ്, ഇതാര് പറയുന്നതാണ്? അഹമ്മദ് കബീർ വാക്കവിയുടെ വാക്കല്ല, എന്നെയും നിന്നെയും ഈ പച്ച മണ്ണ് കൊണ്ട് പടച്ചെടുത്ത പടച്ചവന്റെ വാക്കാണിത്. പെണ്ണിനല്ലാഹു നൽകിയിരിക്കുന്ന ജോലി കണ്ട ചുട്ടുപൊള്ളുന്ന ഹൃദയവുമായി വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന ഭർത്താവിന്റെ മനസ്സിനൊരൽപ്പം തണുപ്പ് കൊടുക്കേണ്ട രാത്രിയാണ് പെണ്ണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇവിടെയാണ് സഹോദരങ്ങളെ ആലി മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അറിയുക. ആ പ്രവാചകന്റെ കുടുംബത്തിലൊരു ഭാര്യയുണ്ടായിരുന്നു. ആലി മുഹമ്മദിലെ കുടുംബാംഗത്തെ പരിചയപ്പെടുക. അതിലെ കുടുംബാംഗമല്ലയോ ഖദീജ റളിയല്ലാഹു തആല അൻഹാ? അവിടെ അല്ലയോ
ഖദീജ ജീവിച്ചിരുന്നത്. ഖദീജ ഖുർആൻ പറഞ്ഞ ഭാര്യയായി തന്റെ ജീവിതത്തിന്റെ ദൗത്യത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ രാത്രിയുടെ ചുമതല ഏറ്റെടുത്ത ഖദീജയെ കാണുക. അറിയുമല്ലോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. പ്രവാചകൻ ഇരുണ്ട ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ ഗഗനലോകത്തിന്റെ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ കെട്ടിപ്പിടിക്കുന്നു. മുഴുവനും പേടിച്ചു വിറക്കുകയാണ്. ആ പേടിച്ചു വിറച്ച പ്രവാചകന് പനി പിടിക്കുമ്പോ വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ, വേവലാതിയോടെ അല്ലാഹുവിന്റെ റസൂൽ ചുട്ടുകൊള്ളുന്ന മനസ്സുമായി ഹിറാ ഗുഹയിൽ നിന്ന് പ്രവാചകൻ ഓടിയത് എവിടേക്കാണ്? തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്തല്ല, തന്റെ ഉമ്മയുടെ ഖബറിന്റെ ചാരത്തേക്കല്ല. മനസ്സിന് വല്ലാത്ത ദുഃഖം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു വിറച്ചിട്ട് ഓടിയത് എവിടേക്കെന്ന് ചരിത്രമറിയില്ല. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്റെ പൊന്ന് ഖദീജ എന്നെ പുതപ്പിട്ടൊന്നു മൂടണേ, എന്നെ പുതപ്പിട്ടൊന്നു മൂടണേ. ഗുഹയിലിരിക്കുമ്പോൾ ഞാൻ പേടിച്ചു വിറച്ചുപോയി. സഹോദരങ്ങളെ, അല്ലാഹു നമുക്കിങ്ങനെ ഒരു ഭാര്യയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പേടിച്ചു വിറച്ചതെന്റെ ഭർത്താവ് വിറച്ചു നിൽക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ രാത്രിയുടെ ദൗത്യമേറ്റെടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലോട്ട് വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് പുഞ്ചിരി തൂകിയിട്ട് ആ പ്രവാചകന്റെ തലമുടികൾക്കിടയിലൂടെ തന്റെ കൈവിരലുകൾ കൊണ്ട് തടുകി തലോടി ഭർത്താവിന്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് തലയിൽ തടുകി തലോടി പുഞ്ചിരി പൊടിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു, അത്ര പ്രിയപ്പെട്ട പ്രാണസഖിയേ, പ്രിയപ്പെട്ട ഭർത്താവേ, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഇന്നക ലതസിലുർ റഹമ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതുഖിറുൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? എന്തിനാണ്? അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കല്ല നബിയേ. ഇന്നക ലതസിലുർ റഹമ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോ. വതസ്ദുഖുൽ ഹദീസ, സത്യം പറയുന്നവനല്ലയോ. വതഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയവനല്ലയോ. അനാഥകളുടെ സംരക്ഷണല്ലയോ നബിയേ. ഫക്കീറോങ്കി മൽജാ ലൈഫോങ്കി മഅ്വാ യതീമോങ്കി വാലി ഗുലാമോങ്കി മൗലാ ഖതാകാർ സേ ദർ ഗുസർ करने वाला वो अपने बरायों में गम काने वाला. അങ്ങിത്രയും നല്ലവൻ, അനാഥകളുടെ സംരക്ഷകൻ, നന്മ മാത്രം ചെയ്യുന്ന അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കില്ല നബിയേ. തന്റെ ഭർത്താവിന്റെ ശിരസ്സെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് ആകുലമായ ഭർത്താവിന്റെ മനസ്സിന്, വ്യാകുലമായ ഭർത്താവിന്റെ മനസ്സിൽ സാന്ത്വനം നൽകിയ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ രാത്രിയുടെ ദൗത്യം ഏറ്റെടുത്തു. ഭർത്താവ് ചുട്ടുപൊള്ളുന്ന മനസ്സുമായിട്ട് വന്നു. ഖദീജ റളിയല്ലാഹു അൻഹാ, അള്ളാഹു നമ്മുടെ ഭാര്യയെ ഖദീജയാക്കി തരട്ടെ. എൻ്റെ പൊന്നു സഹോദരിമാർ, ഈ ദൗത്യം ഏറ്റെടുക്കണം. ഖദീജ നിലവിളിച്ചില്ല. ഖദീജ പിടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് വിരലുകൾ കൊണ്ട് തടുകി തലോടി റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യമുള്ള പെണ്ണാണ്. കാരണം ഒരേ നാക്കുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂലെന്നും വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെന്നും വിളിക്കാൻ ഭാഗ്യം കിട്ടി. തടുകി തലോടി പറഞ്ഞു, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, എന്താ നബിയെ പേടിക്കണേ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. എൻ്റെ പൊന്നു സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി. കടബാധ്യതകൾ തലയിൽ കയറി കിടന്നാൽ ഉറക്കം വരൂല, നിന്നാൽ ഉറക്കം വരൂല. 1000 ടെൻഷനുമായിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഭർത്താവിൻ്റെ ജീവിതം കഷ്ടമാണ്. ഞാൻ പുരുഷാധിപത്യം പറയണമല്ല, വീട്ടിലിരുന്നിട്ട് കൊണ്ടുവന്നത് വേവിച്ചാൽ മതി. ആ കൊണ്ടുവരാൻ വേണ്ടി അവൻ്റെ കഷ്ടപ്പാടത്രയുണ്ടെന്നൊരു പെണ്ണിനറിയേണ്ട കാര്യമില്ല. ഉണ്ടോ? കൊണ്ടുവന്ന് കയ്യിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് 2 രൂപ കുറഞ്ഞ അരിയാണല്ലോ എന്ന് പറയലേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പുറകിൽ അവൻ അനുഭവിക്കുന്ന ത്യാഗം ഒരു പെണ്ണിന് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അതിന് കഴിയണം. നമ്മൾ ടെൻഷനുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ വാപ്പ പറയും, മോനെ പേടിക്കണ്ടടാ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അത്രയും സമാധാനം ഉണ്ടാവുമോ? പോയപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, പേടിക്കണ്ടടാ,
കടമൊക്കെ എല്ലാവർക്കും ഇൻഷാല്ലാ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞാലും നമുക്ക് അത്രയൊന്നും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. പക്ഷേ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ലൈറ്റൊക്കെ അണച്ചു ഉറക്കം വരാതെ തല ഇങ്ങനെ കൈ പിടിച്ചിട്ട് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ വലത്തേ കൈയെടുത്ത് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നമ്മുടെ മുഖമെടുത്ത് അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ എന്തിനാ ഭയക്കണേ, നിങ്ങൾ എന്തിനാ പേടിക്കണേ, ഒന്നുമില്ല, എത്ര ദുഃഖം ഉണ്ടായാലും എത്ര പ്രയാസം ഉണ്ടായാലും മരിക്കണവരെ ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പ് ലോകത്ത് ആർക്കും തരാൻ പറ്റാത്തൊരു തണുപ്പാണ്. അല്ലേ? അങ്ങനല്ലേ? പക്ഷെ അങ്ങനെ പറയുന്ന ഒരു മനസ്സുണ്ടാവാൻ എൻ്റെ പെങ്ങളെ കഴിയണം. ഞാനീ പറയണ ഖുർആനാണ്. നിങ്ങൾ എൻ്റെ നേരെ വിളിച്ചു നോക്കിയിട്ടൊരു കാര്യമില്ല. ഇതിൽ ആളുകൾ കർട്ടൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കണം, ഇയാൾ ആൾ കൊള്ളാമല്ലോ. ഇത് ഖുർആനല്ല, എന്നെ തുറച്ച് നോക്കിയിട്ട് കാര്യം എന്താ ഉള്ളത്? ഇത് അള്ളാഹ് പറഞ്ഞല്ലേ ഞാൻ പറയണേ, എൻ്റെ വാക്കല്ലല്ലോ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചൊന്ന് നോക്കി, ഖദീജ ബീവി ചെയ്ത് എന്തൊരു ദൗത്യം. റസൂലുള്ള രാത്രി കൂടെ കിടന്നുറങ്ങിയതാണ്. ഞാൻ ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹജ്ജിന് പോയവർക്ക് ഉംറയ്ക്ക് പോയവർക്ക് അറിയാം. ആ മലയടിവാരത്തിൻ്റെ മുകളിലൊരു ഗുഹ, ആ ഗുഹയിൽ കയറി ഇറങ്ങണമെങ്കിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം ഉംറയ്ക്ക് പോയിട്ട് വന്നതാണ്. ഞാൻ ഓർത്ത് പടച്ചോനെ ഇത് ബഹള് പറയണ മാതിരി അല്ലല്ലോ പടച്ചോനെ മല കയറണേന്ന്. ആ ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ദിവസവും പോയിരുന്ന ഹിറാ ഗുഹയിൽ കയറാൻ ഒരു സാമാന്യ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കൊണ്ട് പറ്റൂല. പാറക്കെട്ടിൻ്റെ മുകളിലൂടെ തണലെന്ന് പറയുന്ന ഒരു സാധനമില്ല. ആകെ അവിടെ ഒരു തണലുള്ളത്, അതിൻ്റെ മുകളിൽ കൂടെ എങ്ങാനും ഒരു പ്ലെയിൻ പോയാൽ അതിൻ്റെ ഒരു തണൽ താഴെ എത്രയും നേരം കിട്ടും. അതല്ലാതൊരു തണലില്ല. ഈ ചെങ്കുത്തായ മല കയറി ഒരു മലയുടെ മുകളിൽ കയറി പിന്നെ താഴോട്ടിറങ്ങി ചരിഞ്ഞിറങ്ങി ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലം. റസൂലുള്ള രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ അകലെയുള്ള മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ പോയിരിക്കുക. പാതിരാത്രി സുബഹിക്ക് മുമ്പാണല്ലോ വഹി വന്നത്. സുബഹിക്ക് ബാങ്ക് വിളിച്ച് ആളുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ റസൂലുള്ള എന്ത് ചെയ്യുന്നു, ഓടി വീട്ടിലോട്ട് എന്നിട്ടാണ് പിന്നെ ഖദീജ എന്നെ പുതപ്പിട്ട് മൂടെ എന്നെ ആരോ കെട്ടിപ്പിടിച്ചെന്ന്. മറിച്ച് നമ്മളാണെന്ന് ആലോചിക്കുക, നമ്മുടെ ഖദീജയുടെ പറയണമെങ്കിലോ, നമ്മുടെ ഖദീജയുടെ നമ്മുടെ സുബൈദയുടെ നമ്മൾ പറയണമെങ്കിലോ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെയോ പോയി ഒക്കെ കറങ്ങിയിട്ട് ഗുഹയിലൊക്കെ ഇരുന്നിട്ട് രാവിലെ സുബൈക്ക് നേരം വെളുക്കണതിന് മുമ്പ് ആളുകൾ കിടക്കപ്പായി എഴുന്നേൽക്കണതിന് മുമ്പ് ഓടി വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്നു സുബൈദ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടെ എന്നെ ആരോ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സുബൈദ എന്ത് പറയും? നിങ്ങളെ പുതപ്പിട്ടല്ല, ഇപ്പം നിങ്ങളെ മണ്ണിട്ട് മൂടും, ആദ്യം കെട്ടിപ്പിടിച്ചാരാന്ന് പറ. പുതപ്പിട്ട് മൂടണത് പിന്നെ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒന്നും ചോദിച്ചില്ല നബിയോട്, ഒരു പരിഭവം പറഞ്ഞില്ല, വന്നിരിക്കും നബിയെ. മറിച്ച് വേറൊരു കാര്യമുണ്ട്, റസൂലുള്ളാഹിനെ ആളുകളെല്ലാം വിളിച്ചത് എന്തെന്നാണ്? അല്ലമീന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ നാട്ടുകാരും മുമ്പിൽ പറഞ്ഞ റസൂലുള്ള വിശ്വസ്തനായത് കൊണ്ടാണ് ഖദീജ ബീവിക്ക് ആ വിശ്വസ്തത ഉണ്ടായിരുന്നത്. നീ പറയും എൻ്റെ ഭാര്യയ്ക്കോ ഖദീജയെ പോലെ വിശ്വാസം, നിനക്ക് 7 സിം കാർഡാ, പിന്നെ എങ്ങനെ അവൾ വിശ്വസിക്കണേ? നിനക്ക് 7 സിം ഉണ്ട്, പിന്നെ എങ്ങനെ അവൾ വിശ്വസിക്കണേ? അപ്പോൾ ഭർത്താവും കൂടെ ആ രീതിയിലാവണം, അവരെ മാത്രം പറയരുത്. ആ വിശ്വസ്തത നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ആലു മുഹമ്മദ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോലി എന്താ? ഭാര്യ എപ്പോഴും രാത്രിയുടെ ചുമതല, ഭർത്താവിൻ്റെ മനസ്സിൽ തണുപ്പ് കൊടുക്കുന്ന ചുമതല. അള്ളാഹു ഇത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.